ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മാത്രം നമ്മൾ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രം നമുക്ക് ഇത് ചെയ്തു വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അത് നമ്മൾക്ക് ജോലി തടസ്സമോ ജോലിയില്ലായ്മയോ കുട്ടികളുടെ പഠിത്തത്തിനോ പിന്നെ കല്യാണം നടക്കാതിരിക്കുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങളിലോ പിന്നെ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാം ഈ കാര്യത്തിൽ ഇതിൽ കൂടി. നമുക്ക് പിന്നെ എഴുതുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തെ എല്ലാവർക്കും മടി തോന്നും, ഇല്ലയോ? എഴുതുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് തവണയൊന്നും എഴുതുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ തവണ മാത്രം നമുക്കിത് ചെയ്താൽ മതി. ഒരു തവണ മാത്രം നമുക്ക് ഇത് എഴുതണം. എന്തെല്ലാം കാര്യമുണ്ടെങ്കിലും നമുക്ക് ഇതിലെഴുതി വയ്ക്കാം. ഒരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, നീലമഷിയോ എന്നും പറയുന്ന പോലെ തന്നെ നീലമഷിയോ പച്ചമഷിയോ ഏത് മഷി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്തിൽ എഴുതി വയ്ക്കാം. അത് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മളത് നല്ല മനസ്സോടുകൂടിയും സന്തോഷത്തോടു കൂടിയും നടന്നു കിട്ടിയെന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഫലം ഉറപ്പായിരിക്കും. നമ്മുടെ വ്യക്തിപരമായ ഏത് ആവശ്യങ്ങളും നമുക്ക് ഇതിനകത്ത് എഴുതാം. നമുക്ക് അല്ലാതെ ഇന്നത് ഒരു കാര്യം മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും ഇതിൽ കൂടി നമുക്ക് എഴുതിയെടുത്ത് സാധിച്ചെടുക്കാം. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത വ്യക്തികളൊക്കെ കാണുമല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വിഷമിച്ച് ചികിത്സയും ചെയ്ത് ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർ. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് എഴുതിയിട്ട് നമുക്ക് ഇതിൽ കൂടെ നമുക്ക് സാധിച്ച് കിട്ടിയതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇനി അത് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരാം. നമ്മളൊരു പേപ്പർ എടുക്കുക, പിന്നെ വരയിടാത്ത വെള്ള ഷീറ്റ് പേപ്പർ ആയിരിക്കണം. അത് പേപ്പർ എടുക്കുക. പേപ്പറിനകത്ത് നമുക്ക് നമ്മുടെ എന്താവശ്യമാണോ ആ കാര്യം എഴുതുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോലിയുടെ കാര്യമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പല പല കാര്യങ്ങൾ കാണുമായിരിക്കുമല്ലോ. അതിനകത്തിൽ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിൽ എഴുതാം. എഴുതിയതിന് ശേഷം നമ്മൾ കിടക്കുന്ന റൂമിലെ നമ്മുടെ നേരെ തന്നെ നമ്മൾ എഴുന്നേറ്റാലും ശരി കിടന്നാലും ശരി ഇത് നേരെ കാണത്തക്കവണ്ണം ഉള്ള രീതിയിൽ നമ്മൾ കിടക്കുന്ന ആ റൂമിൻ്റെ ഭിത്തിയിൽ ഈ എഴുതി ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ച് വയ്ക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ഏതൊക്കെ കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് എഴുതാം. എഴുതിയിട്ട് നമ്മൾ നേരെ കാണത്തക്കവണ്ണമാണ്. എഴുന്നേറ്റ് വന്നാലും ശരി നമ്മൾ അതൊന്ന് നോക്കത്തക്കണ രീതിയിൽ. കിടക്കാൻ നേരത്താന്ന് പറഞ്ഞാലും നമുക്ക് നോക്കത്തക്കണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണത്തക്കവണ്ണ രീതിയിലുള്ള സ്ഥാനത്ത് നമ്മളത് ഒട്ടിച്ച് വെക്കണമെന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ വെള്ള ഷീറ്റ് പേപ്പർ ആയിരിക്കണം. അതിൽ നമ്മുടെ കാര്യങ്ങൾ എഴുതുക. അത് കൊണ്ടുവന്ന് അതെല്ലാം ചുമ്മാ അത് ഒട്ടിച്ച് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. അതെന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണേലും ആദ്യം നമ്മൾ ആ പേപ്പർ കാണണം. പേപ്പർ കണ്ടിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും ഒന്ന് വായിച്ച് നോക്കണം. അത് നമുക്കത് നടന്ന രീതിക്കാണ് എഴുതി വെക്കേണ്ടത്. എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് നടന്നു കിട്ടി എനിക്ക് പ്രപഞ്ച ശക്തിയോട് ഞാൻ പറഞ്ഞില്ല, നന്ദി വാക്കുകൂടെ അതിനകത്ത് കൂട്ടത്തിൽ എഴുതണം. എനിക്ക് ഈ കാര്യം നടന്നു കിട്ടി. പിന്നെ ചിലപ്പം വീട് വെക്കാനായിട്ട് സാഹചര്യമില്ലാത്ത ആൾക്കാർ കാണും. വീട് പണി നിർത്തി കിടക്കുന്ന ആൾക്കാർ കാണും പകുതിക്കിടയിലൊക്കെ. അങ്ങനെയൊക്കെ എത്രയോ പേര് പറയുന്നുണ്ട്, എനിക്ക് വീട് പണി നടക്കുന്നില്ല, പകുതിക്ക് വെച്ച് നിന്ന് പോയി, ഒന്നും മുന്നോട്ട് നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഏത് കാര്യം അതാ ഞാൻ പറഞ്ഞത്, ഏത് കാര്യമാണെങ്കിലും നമുക്കതിനകത്ത് എഴുതാം. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യണം എന്ന് പറയാം, എന്തായാലും അവർ ചികിത്സ നടത്തുന്നുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലയോ? ഈ വാൾ പോസ്റ്റൊക്കെ ഒട്ടിക്കുന്ന പോലെ ഇതുപോലെ ഇതുള്ളത് കാണുമല്ലോ, കിട്ടുമല്ലോ. അല്ല ഫ്രെയിം ചെയ്ത ഫോട്ടോ അല്ല, അല്ലാത്ത ഫോട്ടോ പോലുള്ള കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഉള്ളത് ഇത് കിട്ടുമല്ലോ ഇതിനകത്തിലെ. അത് നമ്മളൊരെണ്ണം എവിടെയെങ്കിലും സംഘടിപ്പിക്കുക. നല്ല ചിരിച്ച മുഖത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ അത് നേരെ കൊണ്ടുവന്ന് ആ ഭിത്തിയെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുക. നമ്മൾ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ അത് എഴുന്നേൽക്കേണ്ടത്. നമ്മൾ സ്വാഭാവികമായിട്ട് അത് നോക്കിപ്പോവുകയും ചെയ്തു. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അതിങ്ങനെ കിടക്കുന്നതല്ലയോ. അപ്പം നമ്മൾ എപ്പോഴാണെന്ന് പറഞ്ഞാലും അതിനെ പോയി ഒന്ന് ശ്രദ്ധിക്കുകയും അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് നടന്നു കിട്ടിയതായിട്ട് നമ്മൾ ഇത് കാണണം. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളായി എന്നുള്ളത് പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് അങ്ങനെ
പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതും അതുങ്ങളെ വളർത്തുന്നതായിട്ടും അതുങ്ങളെ കളിയും ചിരികളും ഒക്കെ കാണുന്നതായിട്ടും എല്ലാം നമ്മളിങ്ങനെ മനസ്സിൽ ഇത് കൊണ്ട് നടക്കണം. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ പലർക്കും ഇങ്ങനെയുള്ളവർക്ക് അത് ഇങ്ങനെ ചെയ്ത് സാധിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചുമ്മാതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, 100% ഉറപ്പുള്ള കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതിങ്ങനെ നമ്മളെപ്പോഴും അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപഴകുന്ന കാര്യങ്ങളും എല്ലാം ഒന്ന് എന്തിനെക്കുറിച്ച് നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചം നടത്തി തരുമെന്നാണ് പറയുന്നത്. സത്യമാണ്. നമ്മളെ അമിതമായിട്ട് ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കൽ നമുക്ക് സാധിച്ച് കിട്ടും. ഞാൻ ഈ വന്ന് പറയുന്ന വീഡിയോകളെല്ലാം നമുക്ക് സത്യമായിട്ട് നല്ലതായിട്ട് ഫലം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ വന്ന് പറയുന്നത്. ഒരു കള്ളങ്ങളും ഞാൻ ഇതിനകത്ത് പറയാറില്ല. 100% നടന്നിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാനിവിടെ വന്ന് പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിരന്തരമായിട്ട് ഇതിനെ ഇങ്ങനെ കാണുമല്ലയോ നമ്മൾ ചെയ്യുന്നത്, വായിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, എഴുതി വെച്ചിട്ട് നമ്മൾ വായിക്കണം. ഇത് എഴുന്നേൽക്കുമ്പോഴും വായിക്കണം, കിടക്കുമ്പോഴും വായിക്കണം. എപ്പോഴും ഇതിൻ്റെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അത് നടക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമല്ലയോ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് സാധിച്ച് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മളാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഇത് നടക്കുമെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ചിലരാരും പറയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരാളെന്നല്ല, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നോക്കി ഓരോ കാര്യങ്ങളും ഓരോ ആൾക്കാരും സാധിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ പറയത്തില്ല. ചിലരാരും പറയത്തേ ഇല്ല. ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടെ ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നെന്നുള്ളതേ ഉള്ളൂ. ഇത് നിരന്തരം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാക്ടീസ് പോലെ തന്നെയാണ്. ഇത് നിരന്തരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് സാധിച്ച് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഇത്. നമ്മളെന്നാണ് പറഞ്ഞല്ലോ, ഒട്ടിച്ച് വെച്ചേക്കുമല്ലേ. ഇത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എഴുതുന്നോ ആ കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം നമ്മൾ അവിടെ അത് ഇളക്കി കളഞ്ഞാൽ മതി. ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചികിത്സയുടെ കൂട്ടത്തിൽ ചികിത്സിക്കണം. ചുമ്മാ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ ഫോട്ടോ തന്നെ ചുമ്മാ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചികിത്സയുടെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നാം പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഇതെല്ലാം നമ്മൾ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പാണ് ഫലം കിട്ടിയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഇട്ട് നാളെ വരാം. താങ്ക്